ഹായ് ഹലോ എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക. അപ്പോൾ എനിക്ക് സുഖമാണ്, വലിയ കുഴപ്പമൊന്നുമില്ല. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് ബോഡി പെയിൻ ഒക്കെ ആയിരുന്നു എന്ന്. ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ പോണു. അപ്പോൾ ഇന്ന് നമ്മളൊരു സിമ്പിൾ പരിപാടിയായിട്ട് തന്നെ വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്യുക, അതിൽ ഓൾ നിമിഷം കൊടുക്കുക. പിന്നെ വീഡിയോസൊക്കെ ഇഷ്ടമാണെങ്കിൽ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. പിന്നെ ക്രാഫ്റ്റ് ഇഷ്ടപ്പെടുന്നവർക്കായിട്ട് നമ്മുടെ വീഡിയോസ് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുതേ. അപ്പം പിന്നെ ട്രൈഡ് പിക്സ് അയച്ചു തരേണ്ടത് ഫേസ്ബുക്ക് പേജിലൂടെ അല്ലെങ്കിൽ ഇൻസ്റ്റാ പേജിലൂടെ, അത് രണ്ടും ഇല്ലെങ്കിൽ നമുക്ക് മെയിൽ ഐ ഡിയിലൂടെ അയച്ചു തരാം കേട്ടോ. എല്ലാത്തിൻ്റെയും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ നമ്മൾ ബോട്ടിൽ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു ടൈപ്പ് ബോട്ടിലാണ് ഇന്ന് എടുത്തിരിക്കുന്നത്. നമുക്ക് ഏത് ടൈപ്പ് ബോട്ടിൽ എടുക്കാം, ഏത് കളറും കൊടുക്കാം കേട്ടോ, ഇഷ്ടമുള്ള പോലെ ഒക്കെ ചെയ്യാം. അപ്പോൾ നമ്മളിത് എടുത്തിട്ടുണ്ട്. ഈ സൈഡിലിരിക്കുന്ന ഈ ഒരു കീപ് സ്മൈലിംഗ് ഇത് ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് കേക്ക് ബോർഡിൽ. അപ്പോൾ ഇതിൽ ചോദിച്ചതെന്ന് വെച്ചാൽ നമ്മൾ കമൻറ്റിലൂടെ ചോദിച്ചത് ഇത് എംബ്രോയ്ഡറി ആയിരുന്നു എന്നാണ് ചോദിച്ചത്. നമ്മുടെ വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നില്ല, അപ്പം കാണുക. ഇതൊരു കേക്ക് ബോർഡിൻ്റെ ഒരു ക്രാഫ്റ്റാണ്. കാണാത്തവരുണ്ടെങ്കിൽ കണ്ടു നോക്കുക, ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുക്കാം. അപ്പോൾ ഒരു അടിപൊളി സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു പരിപാടിയായിരുന്നു അത് കേട്ടോ. അപ്പോൾ നമ്മൾ ബോട്ടിലെടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ബോട്ടിൽ കൊടുത്ത കളർ ഇതാണ്, ക്യാമലിൻ്റെ ഫാബ്രിക്കയുടെ കളറാണ് കേട്ടോ. അതിൽ പെയിൻറ്റ് ഇപ്പം ഞാൻ 2-3 വട്ടം ഉപയോഗിച്ചു. നല്ല പെയിൻറ്റ് കേട്ടോ. ഞാനങ്ങനെ അധികം ഉപയോഗിക്കാത്ത ആളാണ്. അപ്പോൾ ഫെവിഗ്രിലിൻ്റെയാണ് കൂടുതൽ ഉപയോഗിക്കുന്നത്. പക്ഷേ ഇതെനിക്ക് ഇഷ്ടമായി. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ എടുത്തു വെച്ചിരിക്കുന്ന സാധനം ഇതാണ്. ഇത് എനിക്ക് തോന്നുന്നു ഒരു തെങ്ങെങ്കിലും വീട്ടിലില്ലാത്തവർ കുറവായിരിക്കും. അപ്പോൾ തെങ്ങിൻ്റെ പൂവാണ് കേട്ടോ എടുത്തു വെച്ചിരിക്കുന്നത്. കണ്ടോ, ഇതാണ്. അപ്പോൾ ഇത് 2 ടൈപ്പ് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. ഇത്തിരി നീളം കൂടിയ പൂവുമുണ്ട്, അതുപോലെ തന്നെ ഇത്തിരി ചെറിയ പൂവുമുണ്ട്. അപ്പോൾ രണ്ട് തെങ്ങിൻ്റെ കേട്ടോ അത്. അപ്പോൾ അങ്ങനെ ചെറിയ പൂ കിട്ടുകയാണെങ്കിൽ, കുറച്ച് വിടർന്ന പൂ കിട്ടുകയാണെങ്കിൽ നല്ലതായിരിക്കും. ഒരു ദിവസം ഇങ്ങനെ ചതഞ്ഞു പോയി ഉണങ്ങിപ്പോയോ ഡ്രൈ ആയിപ്പോയ പൂ എടുക്കരുത് കേട്ടോ. അല്ലാതെ ഇപ്പോൾ വീണ് കിടക്കുന്ന പൂവൊക്കെ ഉണ്ടല്ലോ, പെട്ടെന്ന് വീണൊക്കെ അത് എടുക്കാൻ ശ്രമിക്കാം. എന്നിട്ട് നമ്മൾ ഗ്ലൂ ഗൺ വെച്ചിട്ട് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് എൻ്റെ ഇച്ചുട്ടൻ്റെ, അതായത് സ്റ്റെൽസൺ എന്നുള്ളത് എസ്സും ചാരു എന്നുള്ള സിയും ആണ് ഇവിടെ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എസ് നമ്മൾ ഇതുപോലെ ഗ്ലൂ ഗൺ വെച്ചിട്ടാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഒന്ന് തിക്കാക്കി വേണം, ഇതുപോലെ ഇങ്ങനെ കൂട്ടി വേണം ആ പൂ ഒട്ടിച്ചു കൊടുക്കാനായിട്ട്. ഇതാണ് നമ്മളിന്ന് ചെയ്യുന്നത്. കണ്ടോ, എല്ലാവർക്കും ഈസിയായിട്ട് ചെയ്യാൻ പറ്റുന്ന ഓരോ ലെറ്റർ എഴുതാം, അല്ലെങ്കിൽ എന്തെങ്കിലും എന്താ പറയുക പിക്ചേഴ്സ്, ചെറിയ പിക്ചേഴ്സൊക്കെ വരച്ചിട്ട് അതിൽ ചെയ്ത് കൊടുക്കാം, ഫ്ലവേഴ്സ് ചെയ്യാം. അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യാം കേട്ടോ. ഇത് പക്ഷേ ഒരു കാര്യമുള്ള ഒരെണ്ണം ഒട്ടിച്ചാൽ ഒരു വലിയ ഭംഗിയൊന്നും ഉണ്ടാവില്ല, കൂട്ടമായിട്ട് ഒട്ടിക്കണം. അപ്പോൾ നല്ല രസമായിരിക്കും ഇത് കാണാൻ, നല്ല പെയിൻറ്റ് ചെയ്യുമ്പോഴും നല്ല ഭംഗിയായിരിക്കും. അപ്പോൾ എസ് ഇത്തിരി നീളം കൂടിപ്പോയി അല്ലേ. അപ്പോൾ നീളം കൂടിപ്പോയി. നമ്മുടെ കുപ്പി അത്ര എന്താ പറയുക, വലിയൊരു കുപ്പി ആയിരുന്നില്ല, അത് ഒരു അബദ്ധമായിന്ന് തോന്നുന്നു. ഇച്ചിരി വലിയ കുപ്പി എടുക്കണം കേട്ടോ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ. അപ്പോൾ നമ്മൾ സിയും ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. സിയും ഇത്തിരി തിക്കായിട്ട് വേണം ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഗ്ലൂ ഗൺ ഇല്ലാത്തവർ ഫെവിബോണ്ട് ഉപയോഗിക്കുക കേട്ടോ. എന്താണെന്ന് വെച്ചാൽ ഫെവിക്കോളിൽ കുറച്ച് സമയം കൂടുതലെടുക്കും ഇങ്ങനെ ഒട്ടിപ്പിടിച്ച് ആവാൻ വേണ്ടി. നമ്മളിങ്ങനെ പിടിച്ചുകൊണ്ടിരിക്കേണ്ടി വരും. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോസ് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, അതുപോലെ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. പിന്നെ വീഡിയോസൊക്കെ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. അപ്പോൾ നമ്മൾ ഒരു എന്താ പറയുക ഹാർട്ടിൻ്റെ ഷേപ്പ് അവിടെ വരച്ചിട്ടുണ്ടായിരുന്നു. സ്പേസ് ഇല്ല, എന്നാലും നമ്മൾ അഡ്ജസ്റ്റ് ചെയ്താണ് വരച്ചിരിക്കുന്നത്. അപ്പോൾ അതിലോട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ട്രൈഡ് പിക്സ് അയച്ചു തരേണ്ടത് ഫേസ്ബുക്ക് പേജിലൂടെ അല്ലെങ്കിൽ ഇൻസ്റ്റാ പേജിലൂടെ അയച്ചു തരാം. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ അതിൽ കയറുമ്പോൾ ഒന്ന് ഫോളോ ചെയ്യാനും മറക്കരുത് കേട്ടോ. ഇതുപോലെ പെയിൻറ്റ് എഴുതി കൊടുക്കാം. പെയിൻറ്റും ഇപ്പോൾ ഹാർട്ടിന് നമ്മൾ റെഡ് കൊടുക്കാം. ബാക്കി ഈ ലെറ്റേഴ്സിന് ഏത് കളറും ഇഷ്ടമുള്ള പോലെ ചെയ്യാം കേട്ടോ. ഇപ്പോൾ ഹാർട്ടിന് ആദ്യം തന്നെ ഞാൻ റെഡ് കൊടുത്തു. ഇനി നമുക്കൊരു കളറ് സിക്കും എസ്സിനുമായിട്ട് കൊടുക്കാം. അത് കണ്ടോ, ഇത് ഈ ഒരു കളറ് നിയോൺ കളറാണ് കേട്ടോ. ഇത് നിയോൺ കളറാണിത്. എന്നിട്ട് ഗോൾഡൻ ടച്ചൊക്കെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് അങ്ങ് കൊടുക്കാം. കുറച്ച് നന്നായിട്ട് തിക്കായിട്ട് ഇരിക്കുന്നതുകൊണ്ട് ഇത്തിരി കളർ കൂടുതൽ വേണം കേട്ടോ, നന്നായിട്ട് ചെയ്യേണ്ടി വരും. അപ്പോൾ നമ്മുടെ ഒരു പരിപാടി കഴിഞ്ഞു. ഇനി നമ്മൾ കുറച്ച് ഹാർട്ട് അവിടെ ഇവിടെയൊക്കെ ഒന്ന് മൊത്തത്തിൽ കുപ്പിയിൽ അങ്ങോട്ട് ചെയ്ത് കൊടുക്കുകയാണ്. അത് കളർ ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് റെഡാണ് കേട്ടോ. കണ്ടോ, ഇതുപോലെ കുപ്പിയുടെ ബാക്കിലും നമുക്ക് ലെറ്റേഴ്സ് ചെയ്യാം, അല്ലെങ്കിൽ എന്തെങ്കിലും ഹാർട്ട് തന്നെ ചെയ്ത് വെക്കാം കേട്ടോ. ഇപ്പം ഞാനത് ചെയ്യുന്നില്ല. ഇപ്പം ഞാൻ ഈ ഒരു ഹാർട്ട് വരച്ച് വെക്കുകയാണ്. പിന്നെ നമുക്ക് ഈ കുപ്പിയിൽ ഒരു കാര്യമുള്ളത്, ഇവിടെ ഒരു ഡിസൈൻ ഉണ്ട്, ആ കുപ്പിയിൽ അങ്ങനെയുള്ളതാണ്. അപ്പോൾ അത് ഞാൻ ഗോൾഡൻ കളർ കൊടുത്ത് മെറ്റാലിക് ഗോൾഡ് കൊടുത്തിട്ട്
ഒന്ന് ഹൈലൈറ്റ് ചെയ്യുന്നു. പിന്നെ നമ്മുടെ ഹാർട്ട് വരച്ചതിൻ്റെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഓരോ എന്താ പറയുക കുത്തൂത്തൊക്കെ ഇട്ട് കൊടുക്കുക. പിന്നെ ഇഷ്ടമുള്ള ടച്ച് പരിപാടികളൊക്കെ ചെയ്യാം കേട്ടോ. അപ്പം ഞാൻ എൻ്റെ ഒരു ഇഷ്ടത്തിനൊക്കെ ടച്ച് പരിപാടി ചെയ്തിട്ടുണ്ട്. അപ്പം നമ്മൾ ഒരു കാര്യമുള്ളത് ആദ്യം കൊടുത്ത കളർ ഒന്ന് ചേഞ്ച് ചെയ്തു. കാരണം നമ്മളിതൊക്കെ ചെയ്ത് കൊടുത്തു, ടാഗൊക്കെ കെട്ടിക്കൊടുത്തു. ഇത് കഴിഞ്ഞ് ഉണങ്ങി വന്നപ്പോഴാണ് ആ ഒരു കളറ് അതിൽ പിടിച്ച് എല്ലാം റെഡായിട്ട് തന്നെ തോന്നുന്നു. അത് നിയോൺ കളറും ആ മജന്ത കളറും റെഡും എല്ലാം കൂടെ ഒരുമിച്ചിരിക്കുന്ന പോലെ തോന്നി. അപ്പം ഞാൻ ഗോൾഡൻ കളറ് എടുത്തു കൊടുത്തു രണ്ടാമത്. അപ്പോൾ അതാണ് ഇത്. അപ്പോൾ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. എനിക്ക് അങ്ങനെ ഒരു സംഭവം പറ്റി, എല്ലാ കളറും ഒരുപോലെ തോന്നിപ്പോയി. അപ്പോൾ അതൊന്ന് ഞാൻ മാറ്റിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായില്ലേ? വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും, എല്ലാവർക്കും കിട്ടുന്ന ഒരു സാധനമാണിത്. അപ്പോൾ ലെറ്റേഴ്സ്, ഫ്ലവേഴ്സ് ഒക്കെ ചെയ്തെടുക്കാം. എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാൻ. ടാറ്റാ.